ഹലോ എവരിവൺ. നമ്മൾ ആർ സി സർക്യൂട്ടും അതുപോലെ ആർ എൽ സർക്യൂട്ടും എന്ന് പറഞ്ഞാൽ സിംഗിൾ എനർജി ട്രാൻസിയൻസ് ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡബിൾ എനർജി ട്രാൻസിയൻസ് അല്ലെങ്കിൽ LCR സീരീസ് സർക്യൂട്ടാണ്. ഓക്കെ, ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു എസ്സേ പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ഡെറിവേഷൻ നമുക്ക് ഇപ്രാവശ്യത്തെ സിലബസിലില്ല, പക്ഷേ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ട്രാൻസിയൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഡബിൾ എനർജി ട്രാൻസിയൻസ് നോക്കാം. സിംഗിൾ എനർജി നമുക്ക് നോക്കാം. ആദ്യം ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിൽ നമുക്ക് 3 കമ്പോണൻസ് ആണ് കാര്യമായിട്ടുള്ളത്: റെസിസ്റ്റർ, കപ്പാസിറ്റർ, അതുപോലെ ഇൻഡക്ടർ. നമ്മൾ പറഞ്ഞു റെസിസ്റ്റർ എന്താണ്, ട്രാൻസിയൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RC ആണെങ്കിൽ അതിൽ കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ കൂട്ടണ്ട, കപ്പാസിറ്റർ ഉണ്ട്, അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി RL ആണെങ്കിൽ അതുപോലെ അവിടെ ഇൻഡക്ടർ ആണ്, അതുകൊണ്ട് അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. RC ആകുമ്പം ഇലക്ട്രോസ്റ്റാറ്റിക്, RL ആകുമ്പം ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. ഓക്കെ, അങ്ങനെ ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി സ്റ്റോർ ആയതുകൊണ്ടാണ് അതിനെ സിംഗിൾ എനർജി ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ LCR സർക്യൂട്ടിനകത്ത് ഇവിടെ ഇൻഡക്ടറും ഉണ്ട്, കപ്പാസിറ്ററും ഉണ്ട്. ദാറ്റ് മീൻസ് ദർ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി. അപ്പോൾ 2 ഫോം ഓഫ് എനർജി ഉണ്ടായതുകൊണ്ടാണ് അതിനെ ഡബിൾ എനർജി ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അപ്പം ഡെഫിനിഷനായിട്ട് ഇങ്ങനെ പറയാം: ദ ട്രാൻസിയൻ കറൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജീസ് ആർ നോൺ ആസ് ഡബിൾ എനർജി ട്രാൻസിയൻസ്. നേരത്തെ ടെക്സ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ ഡെഫിനിഷൻ ഇതിൽ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്: ദ ട്രാൻസിയൻ കറൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജീസ് ആർ നോൺ ആസ് ഡബിൾ എനർജി ട്രാൻസിയൻസ്. ഓക്കെ, അപ്പം വേണ്ട നോട്ട്സ് ഇതിൽ നിന്ന് എഴുതിയെടുക്കാം. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷൻസിലേക്ക് പോകാം. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ട്രാൻസിയൻ കറണ്ടിൻ്റെ ഗ്രോത്തും അതുപോലെ ഡീക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് 3 കമ്പോണൻസ് ഉള്ളത്. അപ്പോൾ ആദ്യം റെസിസ്റ്ററാണ്, ഇവിടെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇൻഡക്ടറിനകത്തൂടെ പോകുന്ന വോൾട്ടേജ് VL ആണ്. അത് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഫോർമുല? LdI/dt അല്ലേ? ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ കപ്പാസിറ്ററിനകത്തൂടെ ഒഴുകുന്ന വോൾട്ടേജ് VC, വോൾട്ടേജ് ത്രൂ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു? Q/C ആണ്. അത് ട്രാൻസിയൻ്റ് ആണെന്ന് കാണിക്കാൻ QT. അതുപോലെ റെസിസ്റ്ററിൽ ഒഴുകുന്ന വോൾട്ടേജ് VR = I/R അല്ലേ? ട്രാൻസിയൻ്റ് എന്ന് കാണിക്കാൻ T കൊടുത്തു. ക്ലിയർ ആണല്ലോ? വോൾട്ടേജ് ത്രൂ റെസിസ്റ്റർ IR, ഓംസ് ലോ. അതുപോലെ വോൾട്ടേജ് ത്രൂ കപ്പാസിറ്റർ Q/C, വോൾട്ടേജ് ത്രൂ ഇൻഡക്ടർ LdI/dt. ഇതൊക്കെ ട്രാൻസിയൻ സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ദ EMF ഇക്വേഷൻ ഫോർ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് വിൽ ബി എന്താ വരിക? എങ്ങനെ കൊടുക്കാം? ഞാൻ ഈ ഓർഡറിൽ എഴുതണേ. ആദ്യം നമ്മുടെ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ LdIt/dt പ്ലസ് റെസിസ്റ്ററിനത് IT/R പ്ലസ് QT/C is equal to 0. ഇവിടെ 0 കൊടുക്കാൻ കാരണം ട്രാൻസിയൻ കറണ്ട് ഈസ് നോട്ട് ഡ്രിവൺ ബൈ എനി എക്സ്റ്റേണൽ സോഴ്സ്. ഇവിടെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ഈ V ആണ്. ഈ സോഴ്സ് കാരണമല്ല ട്രാൻസിയൻ കറണ്ട് ഉണ്ടാകുന്നത്, ഇത് സ്റ്റഡി കറണ്ട് ഉണ്ടാകാനുള്ള കാരണമാണ്. അപ്പോൾ ഇതാണല്ലോ നേരത്തെ ചെയ്ത പോലെ തന്നെ EMF ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇതിൽ 3 കമ്പോണൻസ് ഉണ്ട്, അപ്പോൾ 3ഉം ആഡ് ചെയ്തു. നേരത്തെ RCയിലും RLലും ഏതെങ്കിലും 2 ആയിരുന്നു, അപ്പോൾ നമ്മൾ 2 ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം എന്താ കിട്ടുക? L/d²IT/dt². വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് d/dt ചെയ്യുക. ഓക്കെ, പ്ലസ് R ഇവിടെ വെക്കുക, കോൺസ്റ്റൻ്റ് ആണ്, dIT/dt പ്ലസ് നോക്കുക ഇവിടെ നോക്കുക ആദ്യം 1/c × dQT/dt എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു 0. നമുക്ക് ഈ dQ/dt എന്ന് പറഞ്ഞ ശരിക്കും എന്താണ്? IT ആണ് അല്ലേ?
ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ചാർജ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഐ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇക്വേഷൻ മൊത്തം ഞാൻ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷനെ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഈ എൽ പോയി. അപ്പോൾ എന്താ വരിക? ഡി സ്ക്വയർ ഐ ടി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു ഡി ഐ ടി ബൈ ഡി ടി പ്ലസ് 1/LC ഇൻറ്റു ഡി ക്യൂ ടി ബൈ ഡി ടിന് ഞാൻ ഐ ടി എന്ന് എഴുതി ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനായി. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് മാത്രം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇനി ഇതൊരു എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഐ ടിയിലുള്ളൊരു ഇക്വേഷനാണ് അല്ലേ, ഇൻ ടേംസ് ഓഫ് ഐ ടി. അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐ ടി ഈസ് ഈക്വൽ ടു K1 e raised to lambda 1 into t plus K2 e raised to lambda 2 into t ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാനൊരു നമ്പർ 3 കൊടുത്തു, ടെക്സ്റ്റിൽ അതേ ഇക്വേഷൻ നമ്പർ കൊടുത്തു കേട്ടോ. ഓക്കെ, ഐ ടി ഈക്വൽ ടു K1 e raised to lambda 1 into t plus K2 e raised to lambda 2 into t എന്ന് വരും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് K1 K2 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞ ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഭാഗം നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ വരുന്നേ ഉള്ളൂ. അതായത് K1 K2 ലാംഡ 1 ലാംഡ 2 ഒക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കണ്ടെത്തൽ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. നോക്കുക, K1 K2 നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യില്ല. പക്ഷേ ലാംഡ 1 ലാംഡ 2 എന്താണ്? അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ലാംഡ 1 ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ 2L പ്ലസ് റൂട്ട് ഓഫ് r square by 4l square minus 1 by LC. ഓക്കെ, ഇനി ലാംഡ 2 എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിനൊരു സൈൻ ചേഞ്ച് വരും. ഇവിടെ ഈ പിന്നെ പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. മൈനസ് ആർ ബൈ 2L മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ 4l സ്ക്വയർ മൈനസ് 1 ബൈ LC. ഓക്കെ, ഇതാണ് ലാംഡ 1ഉം ലാംഡ 2. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഐ ടി ഈക്വൽ ടു K1 e raised to lambda 1 into t plus K2 e raised to lambda 2 into t. ഈ ലാംഡ 1 ആണ് ഇത്, ലാംഡ 2 ആണ് ഇത്. അതുപോലെ K1 K2 നമുക്ക് ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇതാണ്. ഇനി ഈ ലാംഡ 1ൻ്റെയും ലാംഡ 2ൻ്റെയും വാല്യൂസും നമുക്ക് കിട്ടി. ഓക്കെ, ഇതിൽ നിന്നും ഈ രണ്ട് ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിന് സ്പെഷ്യൽ കേസസ് കൊടുത്തുകൊണ്ട് നമുക്ക് 4 കേസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ആറിൻ്റെ വാല്യൂവും അതുപോലെ ഈ ബ്രാക്കറ്റിനകത്ത് ഈ റൂട്ടിനകത്തുള്ള വാല്യൂസും വെച്ചിട്ട് നമുക്ക് 4 സ്പെഷ്യൽ കേസസ് ഇതുമേ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കേസാണ് ഈ LCR സർക്യൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത്. കേസ് ഇതാണ്. ഒന്ന്, ലോസ് ഫ്രീ സർക്യൂട്ട്. ലോസ് ഫ്രീ സർക്യൂട്ട്. ഓക്കെ, അതിനകത്ത് എന്തുണ്ടോ ചോദിച്ചാൽ R ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഈ കേസിന് നമ്മൾ മറ്റൊരു പേരും പറയും ഡാംപ്ഡ്. എന്താ പറയുക? ഡാംപ്ഡ്. ഓക്കെ, ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പേര് മനസ്സിലാവും. നോക്കുക, ഈ കേസിൽ പറഞ്ഞ പോലെ R ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ലാംഡ 1ലും ലാംഡ 2ലും നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പിന്നെ ഐ ടിയുടെ വാല്യൂസാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, കറണ്ടിൻ്റെ വാല്യൂസ്, ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വേരിയേഷൻ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ വെക്കുന്നത് R ഈക്വൽ ടു 0. R ഈക്വൽ ടു 0 എന്നുള്ള കേസിന് പറയുന്നവരാണ് ലോസ് ഫ്രീ സർക്യൂട്ട്. ഓക്കെ, അതിന് ഡാംപ്ഡ് കേസ് എന്ന് പറയും. ഓക്കെ, R ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൽ റെസിസ്റ്റർ ഇല്ല എന്നർത്ഥം. LCR അല്ലേ, അതിനകത്ത് റെസിസ്റ്റർ ഇല്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കുക. ഓക്കെ, ഇതിനകത്ത് ഈ ലാംഡ 1നും ലാംഡ 2ലും എന്തുണ്ട്? R ഉണ്ട്. അപ്പോൾ ഇതിൽ Rന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാംഡ 1 എന്താവും? ഇവിടെ Rന് 0 ഇട്ട് കൊടുത്തു, അപ്പോൾ അത് പോയി. ഇവിടെ ഇതിനും 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ വരിക? ലാംഡ 1 ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 1 ബൈ LC എന്ന് വരും അല്ലേ വരിക. അതുപോലെ ലാംഡ 2 ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1 ബൈ LC എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഇതിനൊക്കെ എന്ത് ചെയ്താം? ലാംഡ 1 ഈസ് ഈക്വൽ ടു റൂട്ട് മൈനസ് 1 ഇൻറ്റു 1 ബൈ റൂട്ട് LC എന്ന് എഴുതാം അല്ലേ. അതുപോലെ ലാംഡ 2നൊക്കെ എന്ത് ചെയ്താം?
മൈനസ് ഓഫ് √-1 ഇൻറ്റു 1/√LC എന്ന് എഴുതി. ഈ മൈനസ് മറിച്ച് ഞാൻ പ്ലസ് ആക്കുന്നില്ല, ഞാൻ ഇങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തേ, √-1 1/√LC ഇങ്ങനെ എഴുതി കൂടെ. ഈക്വേഷനെ √-1 ഇൻറ്റു 1/√LC എഴുതി കൂടെ. അതുപോലെ ഇതിനെങ്ങനെ എടുത്തി. ഓക്കെ, ഇനി √-1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇമാജിനറി നമ്പറാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഐ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് അല്ലേ. അയോട്ട എന്ന് പറഞ്ഞാൽ സ്മാൾ ലെറ്റർ ഐ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ കറണ്ടിന് വേണ്ടിയിട്ട് ഐ എന്നുള്ള ടേം ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെ മാറ്റി ജെ എന്നെടുക്കുകയാണ്. ഓക്കെ, ജെ ഈക്വൽ ടു √-1. ഇത് നമ്മുടെ സാധാരണ എന്താണ് ഇമാജിനറി നമ്പർ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഒമേഗ ഈക്വൽ ടു 1/√LC. ഓക്കെ, ഒമേഗയ്ക്ക് വരും, അത് 1/√LCക്ക് വരെ ഞാൻ ഒമേഗ എടുത്തു. ഓക്കെ, ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ വരുത്തി കഴിഞ്ഞാൽ λ1 ഈക്വൽ ടു എന്ത് വരും, എന്താ വരിക, ജെ ഒമേഗ എന്ന് വരും അല്ലേ. ഇത് ജെ, ഇത് ഒമേഗ. അതുപോലെ λ2 ഈക്വൽ ടു -j ഒമേഗ എന്ന് വരും അല്ലേ. ഈ രണ്ട് വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ കിട്ടിയ λ1ൻ്റെയും λ2ൻ്റെയും വാല്യൂസ് നമ്മൾ നേരത്തെ കിട്ടിയ കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തായിരുന്നു കറണ്ട് ഇക്വേഷൻ? IT is equal to K1 e raised to λ1 into T plus K2 e raised to λ2 into T അല്ലായിരുന്നു. ഇതല്ലായിരുന്നു കറണ്ടിൻ്റെ ഇക്വേഷൻ. അതിലേക്ക് ഈ പറഞ്ഞ കിട്ടിയ λ1ൻ്റെയും അതുപോലെ λ2ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? IT is equal to K1 into e raised to λ എന്ന് വരും j ഒമേഗ അല്ലേ, j ഒമേഗ T പ്ലസ് K2 e raised to -j ഒമേഗ T എന്ന് കിട്ടും അല്ലേ. അങ്ങനെയല്ലേ കിട്ടുക. ഇനി ഇവിടെ നമുക്കൊരു ഐഡന്റിറ്റി ഉപയോഗിക്കാണ്ട് നമുക്കറിയാം e raised to ± i തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് തീറ്റ ± i സൈൻ തീറ്റ എന്നാണ്. ഇത് അറിയാമല്ലോ അല്ലേ. അതായത് e raised to i തീറ്റ എന്നാൽ കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. e raised to -i തീറ്റ എന്ന് പറഞ്ഞാലോ കോസ് തീറ്റ മൈനസ് i സൈൻ തീറ്റ. അറിയില്ലെങ്കിൽ ജസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ e raised to j ഒമേഗ ടിനെയും e raised to -j ഒമേഗ ടിനെയും അതാക്കുക. അപ്പോൾ നമുക്ക് e raised to ± j തീറ്റ എന്നാക്കാം. നമ്മൾ പിന്നെ ഇമാജിൻ നമ്പറിനെ j ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, therefore IT is equal to K1 into ഇത് e raised to j ഒമേഗ ടി എന്നല്ല, അപ്പോൾ തീറ്റയ്ക്ക് വരെ ഇവിടെ ഒമേഗ ടി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താം, കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി എന്ന് വരും പ്ലസ് ഇതെന്ത് വരും, K2 ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ജെ സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ. ഞാനല്ലേ വരാം. ഇനി ഇതിൽ നിന്ന് എനിക്ക് IT ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം K1 ഇൻറ്റു കോസ് ഒമേഗ ടി, ഇവിടെ K2 ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ. അപ്പോൾ എനിക്ക് എന്താക്കാം, K1 പ്ലസ് K2 കോമൺ ആക്കി എടുക്കാം. K1 പ്ലസ് K2 ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ. ബാക്കി പ്ലസ് K1 ഇൻറ്റു ജെ സൈൻ ഒമേഗ ടി, ഇവിടെ K2 ഇൻറ്റു മൈനസ് ജെ സൈൻ ഒമേഗ ടി അല്ലേ. അപ്പം ജെ സൈൻ ഒമേഗ ടി ഇവിടെ കോമൺ ആണ് അല്ലേ. അപ്പോൾ എനിക്ക് എന്താ, ഇവിടെ K1 വരും, ഇവിടെ -K2 വരും അല്ലേ. അപ്പോൾ എന്ത് എഴുതാം, ജെ ഇൻറ്റു K1 മൈനസ് K2 ഇൻറ്റു കോസ് സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ. കറക്റ്റ് അല്ലേ. IT ഈക്വൽ ടു K1 പ്ലസ് K2 കോസ് ഒമേഗ ടി പ്ലസ് ജെ ഇൻറ്റു K1 മൈനസ് K2 സൈൻ ഒമേഗ ടി അല്ലേ. ഈ രീതിയിൽ വരും. ഇനി ഞാൻ ഇത് വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്, റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. IT ഈസ് ഈക്വൽ ടു ഈ K1 പ്ലസ് K2 വരെ ഞാൻ എ എന്ന് കൊടുത്തു. അപ്പോൾ എ കോസ് ഒമേഗ ടി എന്ന് വരും. അതുപോലെ പ്ലസ് ജെ ഇൻറ്റു K1 മൈനസ് K2 ഞാൻ ബി എന്നും കൊടുത്തു. അപ്പോൾ ബി സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ. എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ, K1 പ്ലസ് K2 ഇസ് ഈക്വൽ ടു എ, അതുപോലെ ജെ ഇൻറ്റു K1 മൈനസ് K2 ഇസ് ഈക്വൽ ടു ബി. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇത് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് വരില്ലേ. കറക്റ്റ് അല്ലേ. ഇനി നോക്കുക, ഈ IT ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസും സൈനും മിക്സ് ചെയ്ത ഒരു ഫോമാണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരക്കണം, ITയുടെ ഒരു ഗ്രാഫ് വരക്കണം ഈ കേസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഒന്ന് പിന്നെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ വേറെ ഫോമിലേക്ക് ആക്കുകയാണ്. IT ഈസ് ഈക്വൽ ടു സം മാക്സിമം കറണ്ട് IM സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, ഈ ഇക്വേഷനെ ഈ ഫോമിലേക്ക് ആക്കുകയാണ്. വേർ IM ഈസ് ഈക്വൽ ടു
റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഫോം, ഈ ഇക്വേഷൻ്റെ ഫോമാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതാണിതിൽ ഈ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുല എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കേസിൽ r=0 എന്ന് പറഞ്ഞ കേസിൻ്റെ ഫോമുലയാണിത്. വേർ φ = tan ഇൻവേഴ്സ് a/b. ഓക്കെ, അപ്പം ഈ ഒരു ഈ മേലത്തെ ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, it is equal to im into sin ωt plus phi എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്താണ്? ഒരു സൈനസോയിഡൽ ഇക്വേഷനാണ്, ഒരു സൈനിൻ്റെ ഫംഗ്ഷനാണിത് അല്ലേ. ഇവിടെ എന്താണ്? സാധാരണ ഒരു sin ωt എന്ന് പറഞ്ഞ ഗ്രാഫ്, പക്ഷേ അതിൽ എന്തുണ്ട്? ഒരു ഫൈ എന്ന് പറഞ്ഞൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എന്താ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞതിൻ്റെ ഗ്രാഫ് ശരിക്കും ഒറിജിനിലൂടെ പാസ് ചെയ്യില്ലേ. അപ്പം ഒറിജിനിൽ നിന്നും എത്രത്തോളം ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇത് പോകുന്നത് എന്നുള്ളത് അറിയാനാണ് ഫൈ എന്ന് പറയുന്നത്, ഫേസ് ഡിഫറൻസ്. ഓക്കെ, സാധാരണ ഗ്രാഫിക്കൽ അനാലിസിസിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി ഈ ഐ എമ്മിൻ്റെയും അതുപോലെ ഫൈൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഡക്റ്റൻസിലുള്ള നമ്മുടെ ഇൻഡക്ടർ എല്ലിലുള്ള ഇനീഷ്യൽ കറണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജിന് അക്രോസ് ആയിട്ടുള്ള കപ്പാസിറ്ററോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ എമ്മിൻ്റെയും ഫൈൻ്റെയും പ്രാക്ടിക്കൽ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. ഇതതിൽ ഇമ്പോർട്ടൻ്റ് ഈ ഇക്വേഷനും ഇനി അതിൻ്റെ ഗ്രാഫ് അതെങ്ങനെ പ്ലോട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നോക്കുക, ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഇനി നോക്കുക, സാധാരണ നമ്മുടെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഗ്രാഫ് എന്താണ്? ഇങ്ങനെയാണ് അല്ലേ. ഇതാണ് നമ്മുടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞതിൻ്റെ ഗ്രാഫ് അല്ലേ, സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ തീറ്റ =0 ആയി കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ സൈൻ 0 അപ്പോൾ ഇവിടുന്ന് തുടങ്ങും. പിന്നെ ഇങ്ങനെ വന്ന് സൈൻ 90, പിന്നെ വീണ്ടും സൈൻ 2π എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും അല്ലേ. ഇതാണ് ഗ്രാഫ്. പക്ഷേ ഇവിടെ ഗ്രാഫ് എന്താണ്? sin ωt - φ ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഒരു ഫേസ് ഫാക്ടർ ഉണ്ട്. ഫൈ ഉണ്ടായത് കൊണ്ട് ഫൈൻ്റെ വാല്യൂവിനനുസരിച്ച് ഇത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ ഫേസ് ഡിഫറൻസും കൂടെ കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഗ്രാഫ് ഇങ്ങനെ തുടങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിവിടെ മുട്ടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇത് നോക്കുക, ഇതിൻ്റെ 0 തുടങ്ങുന്ന ഒറിജിൻ അല്ല, ഇതാണ് ഒറിജിൻ എന്നാണ് 0 എന്ന് പറഞ്ഞത്. ഇവിടുന്ന് അല്ല വേവ് തുടങ്ങുന്നത്, ഇവിടുന്നാണ് അല്ലേ. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതാണ് ഫൈ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ്. ഓക്കെ, അതുപോലെ ഇതാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ im. അപ്പം im sin ωt + φ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഈ കേസിനാണ് നമ്മൾ അൺഡാംപ്ഡ് കേസ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. it = im sin ωt + φ എന്ന് പറയുന്ന കേസിന് പറയുന്ന പേരാണ് അൺഡാംപ്ഡ്. എന്തുകൊണ്ടാണ് അൺഡാംപ്ഡ് എന്ന് പറയുന്നത്? ഇതിൽ ടൈമിനനുസരിച്ച് വേവ് ഡൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വേവ് ഇല്ലാണ്ടായി പോകുന്നില്ല, ഡാമ്പ് ചെയ്ത് പോകുന്നില്ല, ഇതങ്ങനെ പോവാണ് അല്ലേ. ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ട് വേവ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഡാമ്പ് ചെയ്യുന്നില്ല, നശിച്ചു പോകുന്നില്ല, അൺഡാംപ്ഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. കേസ് 2. കേസ് 2 എന്ന് പറയുന്നത് ലോ ലോസ് സർക്യൂട്ടാണ്. ഓക്കെ, ലോസ് സർക്യൂട്ട്. അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. ആ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, r²/4l² < 1/LC. r²/4l² < 1/LC. ബ്രാക്കറ്റിനകത്തല്ല, നമ്മുടെ റൂട്ടിനകത്തുണ്ടായിരുന്ന ക്വാണ്ടിറ്റി. ഓക്കെ, ഈ കണ്ടീഷന് പറയുന്നവരാണ് അണ്ടർ ഡാംപ്ഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ കേസ് നോക്കാം. നമുക്ക് ഈ ഒരു കേസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ നേരത്തെ പറഞ്ഞ ആ വാല്യൂസ് അറിയണം. it = എന്തായിരുന്നു? k1 e⁻ λ1 × t + k2 e⁻ λ2 × t ആയിരുന്നു. വേർ λ1 = √(-1/LC) λ1 = r/12 -r/12 plus √(r²/4l² - 1/LC and λ2 = -r/12 minus √(r²/4l² - 1/LC.
ഇതായിരുന്നു നമ്മുടെ ലാംഡ 1 ലാംഡ 2. ഇനി എന്താണ് ഈ കേസ് പറയുന്നത്? ഇവിടെ കണ്ടീഷൻ നോക്കുക. നമ്മൾ ഈ ബ്രാക്കറ്റ് ഞാൻ പിന്നെ പറഞ്ഞുള്ളൂ. നമ്മുടെ റൂട്ട് ഉണ്ടല്ലോ, ഈ റൂട്ട് ആലോചിച്ചാൽ മതി. ഈ റൂട്ടിനുള്ള ക്വാണ്ടിറ്റി r²/4l² - 1/lc ഉണ്ടല്ലോ, ഇതിനെ വെച്ചിട്ടാണ് ഇനി ഫസ്റ്റത്തെ കണ്ടീഷൻ r = 0. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അൺഡാംപ്ഡ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ദിസ് ക്വാണ്ടിറ്റി, ദിസ് ടേം ഈസ് ലെസ് ദാൻ ദിസ് ടേം എന്ന് പറഞ്ഞാൽ r²/4l² ലെസ് ദാൻ 1/lc. ഇത് ചെറുതാണെന്ന് പറഞ്ഞാൽ ഈ റൂട്ടിനകത്ത് ക്വാണ്ടിറ്റി നെഗറ്റീവ് ആവുന്ന ഉറപ്പായി അല്ലേ? വെൻ r²/4l² ഈസ് ലെസ് ദാൻ 1/lc, ദെൻ r²/4l² - 1/lc എന്ന് പറയുന്നത് എന്താവും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വാല്യൂ വന്നു. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? ഒരു j കൊടുക്കേണ്ടി വരും അല്ലേ? അതുപോലെ ഇവിടെ അതേ കേസ് വരും അല്ലേ? അപ്പോൾ എന്താവും? ലാംഡ 2 ലാംഡ 1 എന്താവും? കോംപ്ലക്സ് നമ്പേഴ്സ് ആവും അല്ലേ? അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. therefore ലാംഡ 1 is equal to എങ്ങനെ എഴുതാം? -r/2l. ഓക്കെ, പ്ലസ് ഇതിന് ഉള്ളിലുള്ള ടേമിനെ ഞാൻ തിരിച്ചിട്ടാണ്. എങ്ങനെ എഴുതാണ്? മൈനസ് കോമൺ ആക്കി എടുക്കുക, എന്നിട്ട് 1/lc - r²/4l² ആക്കി എടുക്കുക. അപ്പോൾ ഒരു മൈനസ് കോമൺ ആവില്ലേ? അപ്പോൾ എന്ത് വരും? j -1 റൂട്ട് -1 പുറത്തേക്ക് എടുത്തു. റൂട്ട് -1 എന്നാണ് ഇമാജിനറി നമ്പർ. √1/lc - r²/4l². ക്ലിയർ അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അതായത് ഇതിനെ ഞാൻ തിരിച്ചിടുമ്പോൾ എന്താവും? ഒരു മൈനസ് പുറത്ത് കാണും. ആ മൈനസ് റൂട്ടിൻ്റെ ഉള്ളിലല്ലേ? √-1 ഞാൻ j എടുത്തു. അതുപോലെ ലാംഡ 2 is equal to എന്ത് വരും? -r/2l മൈനസ് j × √1/lc - r²/4l² എന്ന് വരും. ഓക്കെ, ഈ രീതിയിൽ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാംഡ 1ഉം ലാംഡ 2ഉം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ കേസിൽ ഞാൻ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുക്കുകയാണ്. ലെറ്റ് ആൽഫ ഈക്വൽ ടു r/2l. r/2l ആൽഫ എന്നെടുത്തു. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ കൊടുക്കണേ? √1/lc - r²/4l². നേരത്തെ കേസിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 1/√lc ആയിരുന്നു. അവിടെ r 0 ആയ കേസിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 1/√lc ആണ്. ഇവിടെ എന്താണ്? √1/lc - r²/4l² അല്ലേ? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ലാംഡ 1 is equal to r/2l എന്ന് പറഞ്ഞാൽ ആൽഫ അല്ലേ? എന്ത് വരും? -ആൽഫ പ്ലസ് j ഒമേഗ എന്ന് വരും അല്ലേ? j ഒമേഗ എന്ന് വരും. ആൻഡ് ലാംഡ 2 is equal to എന്താ വരിക? -ആൽഫ മൈനസ് j ഒമേഗ എന്ന് വരും അല്ലേ? -ആൽഫ - j ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്രാക്കറ്റ് റൂട്ടിനകത്തുള്ള ടേമാ അല്ലേ? അപ്പം അങ്ങനെ വന്നു. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ലാംഡ 1ന്റെയും ലാംഡ 2ന്റെയും വാല്യൂ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് IT-യുടെ ഇക്വേഷൻ നമ്പർ 3 എഴുതിയിട്ടുണ്ടാവും നമ്മൾ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇപ്പം എന്ത് വരും? IT is equal to എന്താ വരിക? k1 e raised to ലാംഡ 1 × t അല്ലേ? ലാംഡ 1 എന്ന് പറഞ്ഞാൽ -ആൽഫ പ്ലസ് j ഒമേഗ × t പ്ലസ് k2 e raised to ലാംഡ 2 × t അല്ലേ? e raised to -ആൽഫ മൈനസ് j ഒമേഗ × t എന്ന് വരും അല്ലേ? ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതണം. IT is equal to k1 e raised to ഇത് e raised to -ആൽഫ പ്ലസ് j ഒമേഗ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ? എങ്ങനെ എഴുതാം? -ആൽഫ × t ഇൻറ്റു e raised to j ഒമേഗ t അല്ലേ? e raised to -ആൽഫ × t പ്ലസ് e raised to j ഒമേഗ t പ്ലസ് k2 e raised to -ആൽഫ × t ഇൻറ്റു e raised to j ഒമേഗ t എന്ന് എഴുതാം. അങ്ങനെ തന്നെ അല്ലേ? കറക്റ്റ് അല്ലേ? സോറി, ഇവിടെ എന്തൊരു മിസ്റ്റേക്ക്. ഇവിടെ ഇത് ഉള്ളിലാണ് അല്ലേ? സോറി, നിങ്ങൾ തിരുത്തണേ. -ആൽഫ - j ഒമേഗ × t. അപ്പം ഇത് -j ഒമേഗ തന്നെ എഴുതും അല്ലേ? e raised to -ആൽഫ × t e raised to -j ഒമേഗ t ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇതിനകത്ത് IT is equal to ഇവിടെ e raised to -ആൽഫ t കോമൺ അല്ലേ? e raised to -ആൽഫ t ഇൻറ്റു
k1 e raised to j omega t പ്ലസ് k2 e raised to മൈനസ് j omega t എന്ന് വരും അല്ലേ. ഈ രീതിയിൽ വരും. ഇനി നമ്മൾ നേരത്തെ ഐ എം എന്നും ഫൈ എന്നും രണ്ട് കോൺസ്റ്റൻസിൻ്റെ ടേമിൽ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തില്ലേ, അതുപോലെ ഈ ഒരു ഇക്വേഷനും റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് റെഡ്യൂസിങ് ദ ഇക്വേഷൻ ആസ് ബിഫോർ നമുക്ക് എന്ത് കൊടുക്കാം, ഐ ടി ഈസ് ഈക്വൽ ടു, ഇതിൻ്റെയും ഡെറിവേഷൻ പറയുന്നില്ല കേട്ടോ, ഐ എം ഇ റൈസ് ടു മൈനസ് ആൽഫ ടി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, ഐ എം ഇ റൈസ് ടു മൈനസ് ആൽഫ ടി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഐ എം ആൻഡ് ഫൈ ആർ കോൺസ്റ്റൻസ്. ഓക്കെ, നിങ്ങളിത് ഈ ഇക്വേഷനാണ് കേട്ടോ ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇക്വേഷൻസ് ഓർത്ത് വെക്കാനും ഭയങ്കര എളുപ്പമാണ്. നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആയിരുന്നു. ഇതിലെന്താ അഡീഷണൽ വന്നത്, ഇ റൈസ് ടു മൈനസ് ആൽഫ ടി എന്ന് പറഞ്ഞ ടേം മാത്രമാണ് വന്നത് അല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ജസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. നോക്കുക, ഈ ഇ റൈസ് ടു മൈനസ് ആൽഫ ടി അവിടെ നിൽക്കട്ടെ, ബാക്കി എന്തായിരുന്നു, ഐ ടി ഈക്വൽ ടു ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. അതിൻ്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി വരച്ചല്ലോ അല്ലേ. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനെ കൊടുത്തു അല്ലേ. ഇവിടെ നമ്മൾ ഇവിടുന്ന് തുടങ്ങി അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെയല്ലായിരുന്നു ഗ്രാഫ്. അതുപോലെ ഇതിങ്ങനെ വന്നിട്ട് ഇതെന്തായിരുന്നു, ഫേസ് ഡിഫറൻസ് 5 ആയിരുന്നു അല്ലേ. ഇതായിരുന്നു എന്ത്, ഐ എം മാക്സിമം വാല്യൂ. ഇനി ഇങ്ങനെ പോകേണ്ടതാണ് ശരിക്കും, ഈ കേർവ് ഇങ്ങനെ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് പോകണം. പക്ഷേ ഇവിടെ ഒരു ഇ റൈസ് ടു മൈനസ് ആൽഫ ടി എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ട് അല്ലേ. ഇതെന്താണ്, ഇ റൈസ് ടു മൈനസ് ആൽഫ ടി. ടൈം കൂടുന്നതിനനുസരിച്ച് ഇത് ഇ റൈസ് ടു മൈനസ് ആൽഫ ടി അല്ലേ, ഈ ക്വാണ്ടിറ്റി എക്സ്പോണൻഷ്യലി കുറഞ്ഞു വരും അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സൈൻ ഫംഗ്ഷൻ ആയി പോകേണ്ടിയിരുന്നത് ഈ എക്സ്പോണൻഷ്യൽ ടേം ഉണ്ടായതുകൊണ്ട് അതെന്ത് ചെയ്യും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു ഇങ്ങനെ വരും അല്ലേ. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ കുറഞ്ഞു അല്ലേ. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡിൻ്റെ അത്ര ഇതില്ല, പിന്നെ ഇതിങ്ങനെ പോയി അതിൻ്റെ അത്ര ആംപ്ലിറ്റ്യൂഡ് ഇല്ല അല്ലേ. ഇതിങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ പോകും അല്ലേ. എന്നിട്ട് അത് പോയിട്ട് എന്ത് ചെയ്യും, ഡാമ്പ് ചെയ്യും, ഇല്ലാതാവുക എന്നർത്ഥം അല്ലേ. അങ്ങനെയാണ്. അപ്പം ഇതിനെയാണ് എന്താ പറയുക, അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയാം. എന്താ പറയുക, അണ്ടർ ഡാംപ്ഡ് അല്ലേ. ഇവിടെ എന്തായിരുന്നു, ഐ എം ഇ റൈസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ നേരത്തെ അതേ ഗ്രാഫ്, പക്ഷേ ഇ റൈസ് ടു മൈനസ് ആൽഫ ടി ഉണ്ടായതുകൊണ്ട് അത് ഡാമ്പ് ചെയ്ത് ആ വേവ് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ക്ലിയർ. ഇനി ഞാനിവിടെ പറഞ്ഞ ഈ ടേം ഉണ്ടല്ലോ, ഇ റൈസ് ടു മൈനസ് ആൽഫ ടി അല്ലേ, ദ എക്സ്പോണൻഷ്യൽ ടേം വിച്ച് അക്കൗണ്ട്സ് ഫോർ ദ ഡീകേ ഓഫ് ഓസിലേഷൻസ്. ഈ ഓസിലേഷൻസ് ഡീകേ ചെയ്ത് പോകാനുള്ള കാരണം ഇ റൈസ് ടു മൈനസ് ആൽഫ ടി ആണ്. അതുകൊണ്ട് ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഡീകേ ഫാക്ടർ ഓർ ഡാമ്പിംഗ് ഫാക്ടർ അല്ലേ. ഡീകേ ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ജസ്റ്റ് ഡിക്രിമെൻ്റ് എന്ന് പറയും. ഓക്കെ, ആൻഡ് the quantity alpha by f, where f is the frequency which is equal to alpha എന്തായിരുന്നു, r by 2l ആയിരുന്നു. അപ്പോൾ ആൽഫ ബൈ എഫ് എന്ന് പറഞ്ഞാൽ വരും r by 2fl അല്ലേ. ആൽഫ r by 2l ആയിരുന്നു, ജസ്റ്റ് റിവേഴ്സ് മറിച്ച് നോക്കുക. അപ്പം ആൽഫ ബൈ എഫ് എന്ന് പറഞ്ഞാൽ r by 2fl. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ലോഗാരിതമിക് ഡിക്രിമെന്റ് ഫാക്ടർ. എന്താ പറയുക, ലോഗാരിതമിക് ഡിക്രിമെന്റ് ഫാക്ടർ, ലോഗരിതമിക് ഡിക്രിമെന്റ് ഫാക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ ഒമേഗ ഈക്വൽ ടു, അതുപോലെ ഒമേഗ ഈക്വൽ ടു നമ്മളകത്ത് പറഞ്ഞു 1/LC മൈനസ് r²/4l². ഇതിനാണ് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് അണ്ടർ ഡാംപ്ഡ് ഇലക്ട്രിക്കൽ ഓസിലേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താ പറയാ, ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് അണ്ടർ ഡാംപ്ഡ് ഇലക്ട്രിക്കൽ ഓസിലേഷൻ സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കേസ്. ഇനി നമുക്ക് 2 കേസ് കൂടെ പറയാണ്ട് ഇത് പെട്ടെന്ന് തീരും. കേസ് 3 എന്താണ്, ഹൈ ലോസ് സർക്യൂട്ട്. ഇവിടെ കണ്ടീഷൻ എന്താ ചോദിച്ചാൽ r²/4l² ഈസ് ഗ്രേറ്റർ ദാൻ 1/LC. ഇതിന്
ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയും. എന്താ പറയുക? ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ, ഈ കേസിൽ നോക്കുക, r²/4l² ഗ്രേറ്റർ ദാൻ 1/LC ആണ്. ഓക്കെ, അപ്പം നമ്മുടെ λ1 എന്തായിരുന്നു? -r/2l പ്ലസ് √r²/4l² - 1/LC ആയിരുന്നു. λ2 എന്തായിരുന്നു? -r/2l മൈനസ് √r²/4l² - 1/LC ആയിരുന്നു അല്ലേ? ഇനി ഇവിടെ എന്താണ്? ഇത് r²/4l² is greater than 1/LC എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താവും? പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആവും. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എന്തെടുത്തു? ആൽഫ എന്ന് പറഞ്ഞാൽ r/2l എടുത്തു. ഇനി ഇവിടെ വേറെ കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. ഗാമ is equal to √r²/4l² - 1/LC. ഇതിന് വരെ ഞാൻ ഗാമ കൊടുക്കുകയാണ്. ഒമേഗ മാറരുത്. ഒമേഗ എന്ന് പറഞ്ഞാൽ √1/LC - r²/4l² ആയിരുന്നു കേട്ടോ. അത് നേരത്തെ കേസിൽ. therefore λ1 is equal to -α പ്ലസ് ഗാമ ഇതിൽ കൂടെ അല്ലേ? λ1 -α പ്ലസ് ഗാമ അല്ലേ? അതുപോലെ λ2 is equal to -α മൈനസ് ഗാമ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore അത് ഐറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ട്രാൻസിയന്റ് കറണ്ടിൽ IT equal to K1 e raised to λ1 വരും -α പ്ലസ് ഗാമ ഇൻറ്റു ടി പ്ലസ് K2 e raised to -α മൈനസ് ഗാമ ഇൻറ്റു ടി അല്ലേ? വീണ്ടും നേരത്തെ പോലെ തിരിച്ച് ചെയ്താൽ K1 e raised to -αt ഇൻറ്റു e raised to ഗാമ ടി പ്ലസ് K2 e raised to -αt ഇൻറ്റു e raised to ഗാമ ടി അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? e raised to -αt കോമൺ ആണ് ഇൻറ്റു K1 e raised to ഗാമ ടി പ്ലസ് K2 e raised to ഗാമ ടി എന്ന് വരും അല്ലേ? വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ അതേപോലത്തെ ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കുകയാണ് അല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ടേമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നേരത്തെ കേസ് ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ പിന്നെ ഐ ഉണ്ടായിരുന്നു, ഐ ഇമാജിനറി ടേംസ് ഉണ്ടായിരുന്നു, ജെ എന്ന് പറഞ്ഞ ടേംസ് ഉണ്ടായിരുന്നു. ഇവിടെ ജെ ഇല്ല ഈ ഒരു ടേമിൽ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് പ്ലെയിൻ ഫംഗ്ഷൻസാണ്. e raised to ഗാമ ടി അല്ലേ? അല്ലെങ്കിൽ റിയൽ ടേംസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ e raised to ഗാമ ടി എന്ന് പറഞ്ഞാൽ കോസ് എച്ച് ഗാമ ടി ഹൈപ്പർബോളിക് ആണ് പ്ലസ് സൈൻ എച്ച് ഗാമ ടി ആണ്. അതുപോലെ e raised to ഗാമ ടി എന്ന് പറഞ്ഞാൽ കോസ് എച്ച് ഗാമ ടി മൈനസ് സൈൻ എച്ച് ഗാമ ടി ആണ്. മനസ്സിലായോ? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും മറക്കരുത്. നമ്മൾ നേരത്തെ e raised to i θ എന്നുള്ള ഫോമിലാണ് നേരത്തെ കേസ് എക്സ്പാൻഡ് ചെയ്തത്. ഇവിടെ ഹൈപ്പർബോളിക് ടേംസിലാണ്. ഓക്കെ, therefore I'll get it is equal to എന്ത് വരും? e raised to -αt ഇൻറ്റു ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് e raised to ഗാമ ടി വരെ ഇത് കൊടുക്കുക, e raised to ഗാമ ടി വരെ ഇതും കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, എന്താ കിട്ടുക? ഇവിടെ K1 പ്ലസ് K2 കോമൺ ആക്കി കിട്ടും. കോസ് എച്ച് ഗാമ ടി അല്ലേ? പ്ലസ് K1 മൈനസ് K2 ഇൻറ്റു സൈൻ എച്ച് ഗാമ ടി എന്ന് വരും. ഓക്കെ, ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, ആ ഫോമിൽ. അല്ലെങ്കിൽ IT ഈസ് ഈക്വൽ ടു e raised to -αt ഇൻറ്റു നമ്മൾ എ എന്ന് പറഞ്ഞാൽ K1 പ്ലസ് K2, ബി എന്ന് പറഞ്ഞാൽ K1 മൈനസ് K2 എന്ന് പറഞ്ഞാൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ ചെയ്തതേ, അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്യുക. അപ്പം e raised to -αt ഇൻറ്റു എ കോസ് എച്ച് ഗാമ ടി പ്ലസ് ബി സൈൻ എച്ച് ഗാമ ടി എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു കേസിനുള്ള ട്രാൻസിയന്റ് കറണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഈ ഒരു കേസാണ് ഇവിടെ ടൈം.
ഓക്കെ, ഇതാണ് ഐ ടിയുടെ ഗ്രാഫ് വരിക. ഓക്കെ, അപ്പോൾ ഇതേതാണ് കേസ്? ഓവർ ഡാംപ്ഡ് കേസാണ് ഇത്. ഇനി നമുക്ക് ഫൈനൽ കേസ് നമുക്ക് കേസ് 4. അവിടെ എന്താ കേസ് എന്ന് വെച്ചാൽ r²/4l² ഈസ് ഈക്വൽ ടു 1/LC. ഒന്ന് r = 0, ഒന്ന് ഇത് ലെസ് ദാൻ 1/LC, ഒന്ന് ഇത് ഗ്രേറ്റർ ദാൻ 1/LC, ഒന്ന് ഇത് ഈക്വൽ ടു 1/LC. ഇത് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയും. എന്താ പറയുക? ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. ഓക്കെ, ഈ കേസിൽ എന്താ ഉണ്ടാവുക? r²/4l² ഈസ് ഈക്വൽ ടു 1/LC വരാം അല്ലേ? അപ്പോൾ നോക്കുക, നമ്മൾ നേരത്തെ λ1ൻ്റെയും λ2ൻ്റെയും വാല്യൂ കണ്ടെത്തിയിരുന്നില്ലേ? എന്തായിരുന്നില്ല? λ1 λ2. ഇതിനകത്ത് ദിസ് ടേം r²/4l² ഈസ് ഈക്വൽ ടു 1/LC എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി 0 ആയി പോകും അല്ലേ? ഈ ടേമും 0 ആയി പോകും. ദാറ്റ് മീൻസ് λ1 = -r/12, λ2 = -r/12 എന്ന് വരും അല്ലേ? ദാറ്റ് മീൻസ് λ1 = λ2 = -r/12. r/12 എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ. അപ്പം -α എന്ന് വരും. അപ്പോൾ λ1 λ2 -α. ദാറ്റ് മീൻസ് IT = എന്തായിരുന്നു? k1e⁻λ1 × t പ്ലസ് k2e⁻λ2 × t അല്ലേ? λ1 = λ2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എങ്ങനെ വരിക? k1 പ്ലസ് k2 e⁻λ1 × t അല്ലെങ്കിൽ λ2 × t എന്ത് ചെയ്താൽ? കാരണം λ1 λ2 സെയിം ആണല്ലോ. അതായത് ഇത് λ1 × t, ഇത് λ1 = λ2 അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനിത് λ1 ആക്കാണ്. നിങ്ങളാക്കണ്ട, ഞാൻ ജസ്റ്റ് ആക്കുക കേട്ടോ. അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ e⁻λ1 × t കോമൺ ആണ്. അപ്പോൾ k1 പ്ലസ് k2. ഓക്കെ, അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ which is equal to k1 plus k2 into e⁻². ഇത് പറഞ്ഞാൽ എന്താണ്? -α അല്ലേ? λ1 λ2 എന്ന് പറഞ്ഞാൽ -α അല്ലേ? അപ്പം -α × t എന്ന് വരും. ദാറ്റ് മീൻസ് IT = k1 plus k2 into e⁻−α t. ഇപ്പോൾ ഈ ഗ്രാഫ് ഉണ്ട്, ഇതിൻ്റെ ഗ്രാഫ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടണല്ലേ? എന്താണ്? e⁻−α t നേരെ എക്സ്പോണൻഷ്യലി പോയി ഡാമ്പ് ആവുക അല്ലേ? ഇപ്പോൾ ഗ്രാഫ് എങ്ങനെ എടുക്കാം? ഈ രീതിയിൽ അല്ലേ? ഇത് IT ഇങ്ങനെ പോയി ഇങ്ങനെ 0 ആവും അല്ലേ? ഓക്കെ, ഇത് IT. ഓക്കെ, നേരെ 0 ആകുന്നു. ഇതാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. നേരത്തെ കേസിലൊക്കെ ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, ഒരു സൈൻ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. p⁻−x എന്നുള്ളതിൻ്റെ ഗ്രാഫ് പോലെ ഇങ്ങനെ പോകും അല്ലേ? അങ്ങനെ പോയിട്ട് 0 ആവുന്നു എന്നുള്ളതാണ്. ഇതാണ് 4 കണ്ടീഷൻസ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സമ്മറൈസ് ചെയ്യാം. എന്താണ് ഒന്നാമത്തെ കേസ്? എ ട്രാൻസിയൻറ്റ് കറണ്ട് ഈസ് ആൻ അണ്ടർഡാംപ്ഡ് സൈൻ വേവ് if r = 0. ട്രാൻസിയൻറ്റ് കറണ്ട് ഈസ് ഡാംപ്ഡ് ഓസിലേറ്ററി if r less than 2√L/C അല്ലേ? അതുപോലെ ട്രാൻസിയൻറ്റ് കറണ്ട് ഈസ് ഓവർ ഡാംപ്ഡ് ആൻഡ് നോൺ ഓസിലേറ്ററി if r greater than 2√L/C. അതുപോലെ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് occurs for ട്രാൻസിയൻറ്റ് കറണ്ട് ഫ്ലോ ഫോർ r equal to 2√L/C അല്ലേ? ഇങ്ങനെ കേസ് വരും. ഇവിടെ ഒരു മിനിറ്റ്, ഇത് 2√L/C ആവാൻ സാധ്യതയില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? r²/4l² is equal to 1/LC അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫോം വരുന്നത്. ഇവിടെ r less than 2√L/C, r greater than 2√L/C എന്നൊക്കെ പറഞ്ഞ് ആ ഫോം റെഡ്യൂസ് ചെയ്തിട്ടാണ്. എന്തായാലും നമുക്കിത് നോക്കാം. ഇതിന് നമുക്ക് എന്ത് ചെയ്താം? r² = 4l²/LC എന്ന് കൊടുക്കാം. ഇത് കേട്ടോ. അപ്പം L ഇത് കട്ട് ചെയ്ത് പോയി. ദാറ്റ് മീൻസ് r = 2l/C അല്ലേ? ഒരു സെക്കൻഡ്. r²/4l² is equal to 1/LC അല്ലേ? അപ്പോൾ r² = 4l²/LC. ഇവിടെ എല്ലും L² അവിടെ കട്ട് ചെയ്ത് പോയി. ദാറ്റ് മീൻസ് r = എന്ത് വരിക? √4l/C അല്ലേ? ദാറ്റ് മീൻസ് r = 2√L/C കേട്ടോ. ഇതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്.
ഓക്കെ, ആ കേസ് ഒന്ന് റെഡ്യൂസ് ചെയ്തു മാത്രം. അപ്പോൾ ഒരു കേസിൽ ആർ ലെസ് ദാൻ 2√L/c ഒന്ന് ആർ ഗ്രേറ്റർ ദാൻ 2√L/c, ഇവിടെ ആർ ഈക്വൽ ടു 2√L/c. ഓക്കെ, ഇതാണ് നമ്മുടെ LCR സർക്യൂട്ട്. ഓക്കെ, ഇനി ഇതിൽ BG എന്ന് പറഞ്ഞൊരു പോർഷൻ കൂടെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.